അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന അച്ഛനും അമ്മയും ആയിരുന്നു. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ലാതെ ഫാമിലി പരമായിട്ട് നോക്കിയാൽ ആദ്യമൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, അപ്പോൾ നീ ഏതെങ്കിലും ജോബിന് കയറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് നിന്റെ ഇഷ്ടം ഏതാണോ അത് നീ നോക്കിയാൽ മതി, നീ നല്ല നിലയിൽ എത്തുന്നതാണ് എനിക്കിഷ്ടമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ ഇവിടെ സപ്പോർട്ട് ഒരിക്കലും. അതെ, ഞാൻ മെയിൻസ് പോകുമ്പോഴത്തേക്ക് ഞാൻ അച്ഛനോടും അമ്മയോടും പോയി പറയായിരുന്നു, അമ്മ ഇതും പോയി കയ്യിൽ നിന്ന്. അപ്പോൾ അവരായിരുന്നു പറയുന്നത്, നീ എന്തിനു വിഷമിക്കുന്ന, തളർന്നു പോകുന്നത്, ഈ ചെറുപ്രായമല്ലേ, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ പഠിക്കുക, എത്രയായാലും കുഴപ്പമില്ല എന്ന് അവര് കൂടെ എന്നും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഹായ്, ഹലോ, എല്ലാവർക്കും രൺറൈസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ്. നമ്മളിവിടെ കഴിഞ്ഞ യൂണിയൻ ബാങ്ക് LBO ലോക്കൽ ബാങ്ക് ഓഫീസറിൽ നമ്മുടെ രൺറൈസ് ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ തന്നെ റിസൾട്ടിൽ പാസ്സായി ഓഫീസറായിട്ട് സെലക്ട് ആയിട്ടുള്ള ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമുക്ക് ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് അറിയാം. അപ്പോൾ ശ്രീലക്ഷ്മി വരുന്നത് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ആദ്യം പറയാം. ഞാൻ വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ പളുകൽ എന്ന സ്ഥലത്ത് നിന്നാണ്. വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അമ്മുമ്മ. അനിയനുണ്ട്. അനിയന് എത്ര വയസ്സായി? അവൻ ഇനി +2 ഇനി +2 ആണ്. അപ്പം മാതൃകയാണ് വീട്ടില്. ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ യൂണിയൻ ബാങ്ക് LBO ഇന്നലെയാണ് റിസൾട്ട് വന്നത്. അപ്പൊ റിസൾട്ട് വന്ന സമയത്ത് ശരിക്കും വരുന്നതിന് മുന്നേ ഹോപ്പ് ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു, കിട്ടുന്ന ഉറപ്പായിരുന്നു? ഇല്ല, ഹോപ്പ് ഇല്ലായിരുന്നു. പക്ഷെ എക്സാം എഴുതിയിട്ട് വന്നപ്പം എക്സാം ക്ലിയർ ചെയ്യുന്ന ഹോപ്പ് ഉണ്ടായിരുന്നു. ബട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് അത് ഫൈനൽ ലിസ്റ്റിലോട്ട് വരുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്രതീക്ഷ ഇല്ലായിരുന്നു. എന്നിട്ടും ഇന്നലെ നോക്കിയപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു? ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് റിസൾട്ട് കാണുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ നോക്കുന്ന റിസൾട്ട്. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തത് എന്റെ നമ്പർ തന്നെയാണോ എന്ന്. എന്നിട്ട് എനിക്ക് അച്ഛനെ അമ്മയുടെ അടുത്ത് നേരിട്ട് തന്നെ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരുടെ പറഞ്ഞില്ല. വീട്ടിൽ വന്ന് അച്ഛന്റെ അമ്മയുടെ അടുത്ത് നേരിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അതെ. അതൊന്നും എന്തെങ്കിലും ഷൂട്ട് പോലെ വെച്ചോ, വീഡിയോ എടുത്തോ? എടുത്തിട്ടുണ്ട്. അച്ഛന് അങ്ങനെ പ്രത്യേകിച്ച് അച്ഛന് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. അപ്പൊ അച്ഛന് ഹാപ്പി ആയിരുന്നു, അമ്മയും ഹാപ്പി ആയിരുന്നു. അതെ, എല്ലാരും ഹാപ്പി ആയി. ആ സമയം ഫുള്ള് അവര് ഷോക്കായിരുന്നു, അച്ഛനും അമ്മയും? അതോ? അവര് ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞാൻ സന്തോഷിച്ചതിൽ കൂടുതൽ കരയായിരുന്നു ചെയ്തിരുന്നത്. ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ട് എന്ന കണക്ക്. അതെ, അത് കഠിനാധ്വാനം പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപാട് മുന്നേ ഉള്ള ഒരുപാട് മെയിൻസ് എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ കിട്ടിയത് ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ജോബാണ് ഇപ്പൊ കിട്ടിയത്. സോ എനിവേ, അപ്പൊ അടുത്ത് പറയേണ്ടത്, അപ്പം ഈ ശ്രീലക്ഷ്മി ശരിക്കും പഠിച്ചത് എന്തായിരുന്നു? ഞാൻ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അതെ, MSc ഡേറ്റ അനാലിറ്റിക്സ് ആയിരുന്നു. ഡേറ്റ അനാലിറ്റിക്സ് ആണ്. ഓക്കെ, IT-യിലേക്ക് നല്ല ഹോപ്പുള്ള ഒരു ഫീൽഡ് ആണത്. സ്റ്റിൽ നമ്മളത് ഒരു ഡേറ്റ അനാലിറ്റിക്സ് പ്രിഫർ ചെയ്യാൻ കാരണം ആ സമയത്ത് മെയിൻലി ഡേറ്റ അനാലിറ്റിക്സ് ഈ മാത്സിന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്ന് ജസ്റ്റ് പഠിക്കണമെന്നുണ്ടായിരുന്നു. അത് BSc കംപ്ലീറ്റ് ചെയ്ത സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു. അപ്പം എനിക്ക് നേരത്തെ ബാങ്കിങ്ങിന് ചേരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ ഓൺലൈൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ MSc. ശരി. അപ്പോൾ ഈ ഡേറ്റ അനാലിറ്റിക്സ് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രം റേസിൽ ജോയിൻ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഗവൺമെന്റ് സെക്ടറിലോട്ട് വരണം എന്ന് ആദ്യമേ ചെറുതില് ആ ഒരു ഉണ്ടായിരുന്നു. കാരണം എന്റെ അച്ഛനും അമ്മയും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ കഷ്ടം തന്നെയാണ് എന്റെ പ്രചോദനം. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു, എന്തായാലും ഒരു ഗവൺമെന്റ് ജോബ് വാങ്ങണം. അത് ഇന്നല്ലെങ്കിൽ നാളെ ആയാൽ പോലും വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. എനിക്കൊന്നും ഈ ഗവൺമെന്റ് ജോബ് വേണ്ട, അതാണ്. അപ്പോൾ ഗവൺമെന്റ് ജോബില് അത്രയും ജോബ് സെക്യൂരിറ്റിയും ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഫ്രീയും പറഞ്ഞ പോലെ സാലറി ആണെങ്കിലും ഈ പറഞ്ഞ പ്രൈവറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ജോബിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞ സമയം എനിക്കൊന്ന് കൊറോണ സമയത്താണ് അല്ലെ. ഒരുപാട് പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാരൊക്കെ സ്റ്റിൽ ഗവൺമെന്റ് ജോബിലുള്ള ഒരുപാട് പേർക്ക് നല്ല നല്ല ലാവിഷായിട്ട് കഴിയാൻ പറ്റി. കാരണം കറക്റ്റ് സാലറി വരുന്നു, പേടിക്കാനില്ല, ജോലി കിട്ടും, പോകുന്നു, പേടിക്കാനില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ നല്ല മോട്ടിവേഷൻ ആയിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട്. അതെ, തീർച്ചയായും. കോവിഡ് ടൈം ഒക്കെ കുറെ പേര് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഒരു ഗവൺമെന്റ് ജോബ് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയം നല്ലപോലെ കഴിയാമായിരുന്നു അപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത് ചോദിക്കുന്നത്, അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, +2 പഠിക്കുന്നു, പിന്നെ കോളേജ് പഠിക്കുന്നു. കോളേജ് പഠിച്ചിട്ട് പിന്നെ നമുക്കൊരു ജോലി കിട്ടും എന്നൊരു വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും നമ്മളാണെങ്കിൽ കൂടി ഇനി അടുത്തൊരു ജോലിയാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. സ്റ്റിൽ അവിടെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഒരു കോമ്പറ്റീവ് എക്സാം പിന്നെയും പഠിക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പിന്നെയും നമുക്ക് ഈ പറഞ്ഞ പ്രഷറും കാര്യങ്ങൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. കോളേജ് വരെ പഠിക്കുമ്പോഴും നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും.
അത് കഴിഞ്ഞ് പിന്നെയും പഠിക്കാൻ പോവാന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ശരിക്കും ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ. ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന അച്ഛനും അമ്മയും ആയിരുന്നു. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ലാതെ ഫാമിലി പരമായിട്ട് നോക്കിയാൽ ആദ്യമൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, അപ്പോൾ നീ ഏതെങ്കിലും ജോബിന് കയറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് നിന്റെ ഇഷ്ടം ഏതാണോ അത് നീ നോക്കിയാൽ മതി, നീ നല്ല നിലയിലെത്തുന്നതാണ് എനിക്കിഷ്ടമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ ഇവിടെ ഒരു സപ്പോർട്ട് ഒരിക്കലും. അതെ, ഓരോ ഞാൻ മെയിൻസ് പോകുമ്പോഴത്തേക്ക് ഞാൻ അച്ഛനോടും അമ്മയോടും പോയി പറയായിരുന്നു, അമ്മ ഇതും പോയി കയ്യിൽ നിന്ന്. അപ്പോൾ അവരായിരുന്നു പറയുന്നത്, നീ എന്തിനു വിഷമിക്കുന്ന, തളർന്നു പോകുന്നത്, ഈ ചെറുപ്രായമല്ലേ, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ പഠിക്കുക, എത്രയായാലും കുഴപ്പമില്ല എന്ന് അവര് കൂടെ എന്നും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ. എനിക്കൊന്ന് ഈ ഒരു വീട്ടിലെ ഏറ്റവും വലിയ വാക്കുകൾ അത് തന്നെയാണ് പറഞ്ഞ. ഒരു സ്ട്രഗിളിംഗ് ഫേസ് ആണ് ഈ ഒരു സമയം അല്ലെ. കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാൻ ഒരു അവസ്ഥ വരും. ഒരിടത്തും പോത്ത് പോലും ഇല്ലായിരുന്നു. എല്ലായിടത്തും പോകുമ്പോ എല്ലാരും ചോദിക്കുന്ന ഇത്രയും വർഷമായില്ലേ, എന്താ എന്നൊരു ഇതായിരുന്നു. MSc കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നത് കൊണ്ട് എല്ലാരും ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരിടവും പോവാത്ത കണക്ക് വരെ ആയി. ഇനി വേണം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോവാൻ. അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റിലേറ്റീവും ഫ്രണ്ട്സിനെയും എല്ലാരെയും മാറ്റി നിർത്തിയിട്ട് പഠിക്കണം എന്നുള്ളൊരു ഒരു അവസ്ഥയിലോട്ട് വരുവാണ് അല്ലെ. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ആരോടും ബന്ധപ്പെടുത്താതെ അല്ലെങ്കിൽ പരിചയമില്ലാതെ ഒറ്റയ്ക്ക് പഠിക്കാവേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുവാണ്. അത് കാരണം ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പലരും വലിയ വലിയ പ്രതീക്ഷകളിലാണ് നമ്മൾ നോക്കുന്നത് തന്നെ. ആ കുട്ടി ഇനിയിപ്പോൾ MSc കഴിഞ്ഞ് അടുത്ത ജോലിക്ക് പോകാന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. സോ എനിവേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അക്കാഡമിക് കാര്യത്തിൽ വരാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാങ്ക് എക്സാം പൊതുവെ മറ്റുള്ള എക്സാം വെച്ച് അല്ലെങ്കിൽ അതിലോട്ട് വരാൻ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണോ അതോ പാടാണോ? ഇല്ല, ബാങ്ക് എക്സാം കഷ്ടപ്പെട്ടാൽ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അത് നമ്മൾ കൂടെ തീരുമാനിക്കണം. അല്ലാണ്ട് വെറുതെ വന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞ് കിട്ടുന്നതല്ല. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ബാങ്ക് എക്സാംസ് തന്നെയാണ്. മറ്റതൊക്കെ ലേറ്റ് ആവും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ജോബ് കിട്ടുന്നത്. എഫേർട്ട് ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും എന്നാണ് പറയുന്നത് ശ്രീലക്ഷ്മി. സ്റ്റിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എഫേർട്ട് ആണെങ്കിലും എനിക്കൊന്ന് സിലബസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം കുറവാണ് പഠിക്കാൻ അല്ലേ. കുറച്ചധികം കുറവാണ്. മാത്രമല്ല ഇവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഞാനപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ സെക്ഷൻ മീറ്റിൽ അതിലും പറഞ്ഞിരുന്നു. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ബാങ്കിന്റെ ജോബ് വിളിച്ചിട്ട് ഈ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂ നടത്തുന്നതാണെങ്കിലും അടുത്ത ജോയിനിങ് ആണെങ്കിലും ഒക്കെ എല്ലാം കൂടെ 2-2.5 മാസം കൊണ്ട് കംപ്ലീറ്റ് തീർക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ജോലിയോട്ട് പ്രവേശിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ അക്കാഡമിയിലോട്ട് വരാം. ഈ പറഞ്ഞ പോലെ കണ്ടുപിടിക്കുന്ന ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ പ്രിലിംസിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഈ 3 സബ്ജക്റ്റാണുള്ളത്. അപ്പൊ അതിൽ എനിക്കൊന്ന് ഏറ്റവും ടഫായിട്ട് വരുന്നത് ഒരു മാത്സ് ആയിരിക്കും. കാരണം കമ്പാരിറ്റീവ്ലി. പക്ഷെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ശ്രീലക്ഷ്മി അതെങ്ങനെയായിരുന്നു ടാക്കിൾ ചെയ്യുന്നത്? ഇല്ല, എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുണ്ടായിരുന്ന മാത്സ് തന്നെയാണ്. അതെ, ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിരുന്നു. പ്രിലിംസ് ലെവൽ വരുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മെയിൻസ് ലെവലിലോട്ട് പോകുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് പാടായിരുന്നു. പക്ഷെ ഞാൻ സ്ട്രോങ് കോണ്ടിൽ തന്നെയായിരുന്നു, മാത്സിൽ തന്നെയായിരുന്നു. അതായത് പഠിച്ചത് ഒരുപാട് യൂസ് ആയി എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങളെ മാത്സ് ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പൊ ഒരുപാട് യൂസ് ആയി. അതെ, ഓക്കെ. അപ്പൊ മാത്സ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളെ ഈ പറഞ്ഞ ബാങ്കിന്റെ സിലബസ് പഠിച്ചത് എങ്ങനെയാണ്? ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മാക്സിമം പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് അടിക്കുക അല്ലെങ്കിൽ റിസോഴ്സ് വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യുന്ന? ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോക്ക് ടെസ്റ്റ് ആണ് കൂടുതൽ ചെയ്യുക. എന്നിട്ട് അനലൈസ് ചെയ്യുമായിരുന്നു. അതിലൂടെയാണ് എങ്ങനെയൊക്കെ അതില് ഞാൻ നോക്കിയാലും ഞാൻ തന്നെ നോക്കുമായിരുന്നു ഇതിനെങ്ങനെ സിമ്പിൾ ആക്കാമെന്ന് കരുതി. ഞാൻ തന്നെ ആൻസേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുമായിരുന്നു. ശരിക്കും ഞാൻ ഒരു റുട്ടീൻ ചോദിക്കുവാണ്. ഡെയിലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് പഠിക്കുവാണ് ശ്രീലക്ഷ്മി. ഇപ്പൊ ഒരു ഡെയിലി റുട്ടീൻ, ഇപ്പൊ ബാങ്ക് ഹസ്ബൻഡ് ആയിരിക്കുമ്പോൾ ഡെയിലി റുട്ടീൻ എന്തായിരുന്നു? ഞാൻ രാവിലെ ഇവിടെ 8:30-9 മണിയാകുമ്പോ എത്തും. അത് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് വീക്ക് ആയതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമായിരുന്നു. അതെ, ഡെയിലി റീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് പേപ്പർ റീഡ് ചെയ്തതിന്. അതില് മെയിൻ ആയിട്ട് വൊക്കാബ് നോട്ട് ചെയ്യായിരുന്നു. പിന്നെ ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ. വൊക്കാബുലറി മാക്സിമം നമ്മൾ ഈ പറഞ്ഞ ഒരു ബുക്ക് മാറ്റി വെച്ച് എഴുതി മീനിങ് എഴുതി വെക്കുക എന്നുള്ളതാണ്. അതാണ് ഒരുപാട് ഇമ്പ്രൂവ് ആയത്. ഓക്കെ. ഇംഗ്ലീഷ് ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ എനിക്കൊന്നും അതിൽ തന്നെ ആയിരിക്കും. പിന്നെ ബാക്കിയൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്ത് റീസണിംഗ് ആണെങ്കിലോ? റീസണിംഗ് ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് മാർക്ക് വരുമായിരുന്നു. പക്ഷെ എക്സാമിന് പോകുമ്പോൾ ടെൻഷൻ കാരണം അത് നല്ലൊരു പ്രശ്നമായിരുന്നു. ഏറ്റവും കൂടുതൽ ഫോക്കസ് വേണ്ട ഒരു ഏരിയ ആണ് റീസണിംഗ്. കാരണം
ഇതില് ഫസിൽ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 5 മാർക്കാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചൊന്ന് നമുക്ക് ഫോക്കസ് കൂടുതൽ വേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ആദ്യമൊക്കെ എനിക്ക് അതിനായിരുന്നു മാർക്ക് നല്ല കുറവ്. പിന്നീട് എന്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി, എളുപ്പമാണ്, ചെയ്തേ പറ്റോ. ഞാൻ കൂളായിട്ട് പോയി എക്സാം എഴുതാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് എനിക്ക് റീസണിങ് സ്കോർ ചെയ്യാൻ പറ്റിയത്. ആ മെന്റാലിറ്റി വരണം എന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മള് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട മെന്റാലിറ്റി ആണ് ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞത്. എക്സാം പാടാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാടാവും. നമ്മള് എക്സാം എളുപ്പമാണ്, എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എക്സാം പാടാണെങ്കിൽ അത് എല്ലാവർക്കും പാടാണ്, നമുക്ക് ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസിയാണ്. ആ ഒരു മെന്റാലിറ്റി പോയി ചെയ്താൽ നമുക്ക് പറ്റും, നല്ലപോലെ ചെയ്യാൻ പറ്റും. എക്സാം അപ്പൊ എളുപ്പമാണ് എന്ന് പറഞ്ഞ് പോകണം എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് അല്ലേ? ഉറപ്പായിട്ടും പാടാണെന്ന് അല്ലെങ്കിൽ പേടിച്ച് പോകാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ 3 സബ്ജക്റ്റും മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് എല്ലാം ഈ പറഞ്ഞ കൂടുതലും എനിക്കൊന്നു ശ്രീലക്ഷ്മി ഇംഗ്ലീഷ് ആണെങ്കിൽ ന്യൂസ് പേപ്പർ ഒരുപാട് വായിച്ച് വൊക്കാബുലറി ഡെയിലി എഴുതി വെക്കും. പിന്നെ മോക്ക് ടെസ്റ്റിലൂടെയാണ് ഈ പറഞ്ഞ മാത്സും ബേസിക് സർട്ടിഫിക്കറ്റ് എല്ലാം കഴിഞ്ഞു അല്ലേ? ഫണ്ടമെന്റലി ആദ്യം എനിക്കൊന്ന് ക്ലാസ് കയറി കംപ്ലീറ്റ് പഠിച്ച് സിലബസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ ലാബിലൊക്കെ കയറി. ലാബാണ് മാക്സിമം യൂസ് ചെയ്തത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലാബ് യൂസ് ചെയ്തത്. ഞാൻ സ്ഥിരം കാണാറുണ്ട് ലാബ് ലൈബ്രറിയിൽ എവിടെയെങ്കിലും കാണും സുരേഷ്. അതെ, പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ റിവേഴ്സ് ചെയ്യുമായിരുന്നു. അപ്പം കറണ്ട് അഫയേഴ്സ് എനിക്ക് ആക്ച്വലി കുറച്ച് ഈസി ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാന്ന് വെച്ചാൽ ഇത് കൂടുതലും ഒരു കമ്പനി സ്റ്റഡി അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുക, അതാണ് ഏറ്റവും എളുപ്പം അല്ലെ? പ്രത്യേകിച്ച് ബാങ്കിന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കുറെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നമ്മൾ മൈൻഡ് നിൽക്കണമെന്നില്ല, പെട്ടെന്ന് മറന്നു പോകും. കൂടുതലും കണക്കുകളാണ്. ഈ പറഞ്ഞ എന്താ പറയാ പറഞ്ഞ ജിയോ ഫിനാൻസിന് ഇത്ര ശതമാനം വാങ്ങിച്ചു, സ്റ്റേക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ അവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ഒരുപാട് കണക്കുകളാണ്. ഡെയിലിയാണ് പഠിച്ചത്. അഫയേഴ്സ് ക്ലൗഡിലാണ് ഞാൻ പഠിച്ചത് കറണ്ട് അഫയേഴ്സ്. പിന്നെ ട്രെയിനിലാണ് പോയി വരുന്നത്. അപ്പൊ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് തന്നെ ഞാൻ വീണ്ടും എടുത്ത് വെച്ച് വായിക്കുമായിരുന്നു. അപ്പൊ അത്യാവശ്യം എനിക്കൊന്ന് ഈ ഒരു എക്സാമിലെ GK സ്കോർ ചെയ്യാൻ പറ്റി. എക്സാം കഴിഞ്ഞപ്പോഴും എനിക്ക് GK അധികം കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. അപ്പോൾ ശ്രീലക്ഷ്മി ഇപ്പം എക്സാം ഒരുപാട് എഴുതുന്ന സമയത്ത് ഒരുപാട് മെയിൻസ് എഴുതുന്നത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എഴുതിയിൽ പ്രതീക്ഷ ഉണ്ടായിട്ട് നമുക്ക് കയ്യിൽ കിട്ടാത്ത ഏത് എക്സാം ഉണ്ടോ? ഏതെങ്കിലും എക്സാം ഉണ്ടോ? കേരള ഗ്രാമീൺ ബാങ്ക്. PO ആണോ അതോ RRPO? പ്രതീക്ഷ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കിട്ടിയില്ല. പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് നമ്മൾ തളർന്നു പോവാതെ അടുത്ത എക്സാം എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഞാൻ നല്ലപോലെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇവിടെ ഒന്നും അവസാനിക്കുന്നതല്ല, നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് വരുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ എക്സാമിന് ശേഷമാണ് ഞാൻ കൂടുതൽ മോട്ടിവേറ്റ് ആയത്. എനിക്ക് ക്രാക്ക് ചെയ്തേ പറ്റുന്ന വാശി വന്നത് അതിന് ശേഷമായിരുന്നു. വാശി വരണം അല്ലേ? അതെ, വാശി വന്നപ്പോ ഓക്കെ. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞല്ലേ അതിനേക്കാളും നല്ലൊരു ജോലി, അതും കേരളത്തിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഓഫീസർ ലെവലിൽ നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇപ്പൊ കിട്ടിയത്. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജീസ്, അക്കാഡമിക് ഈ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റും പഠിക്കുന്ന രീതികളൊക്കെ പറഞ്ഞ മെയിൻസിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു മാറ്റം വരുന്നത് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. 50 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ 15 ക്വസ്റ്റ്യൻസ് വരെയാണ് മാക്സിമം നമുക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു 15 ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യനിൽ 15 ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു നല്ല സ്കോറാണ്. അപ്പൊ അതൊക്കെ ശരിക്കും യൂസ്ഫുൾ ആയി. പറഞ്ഞ ഡെയിലി പഠിച്ചിട്ട് ശ്രീലക്ഷ്മി ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നല്ല ടിപ്പാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നല്ല ഇതിന്റെ റിസൾട്ട് വന്നു, LBO റിസൾട്ട് വന്നു. ആദ്യം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ സന്തോഷം തോന്നി. ആദ്യം വിളിച്ചു പറയാൻ തോന്നിയത് വീട്ടിൽ തന്നെയാണ്, അച്ഛനോടും അമ്മയോടും തന്നെയാണ്. അമ്മയോടും തന്നെയാണ്. അവരുടെ സപ്പോർട്ടും ഇതൊക്കെ കാരണം അവരോട് നേരിട്ട് പറയണമെന്ന് അത് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അധികം ആരുടെ പറഞ്ഞിട്ടില്ല. എന്തായാലും അപ്പോയിന്റ്മെന്റ് ഈ മെയിൽ വന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ഇപ്പം ചെയ്ത് ശ്രീലക്ഷ്മി ഇരിക്കുവാണ്, ഓഫീസർ ആയിട്ട് ഇരിക്കുവാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഈ സമയത്ത് ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത്? മെയിൻ ആയിട്ട് എൻ്റെ അച്ഛനമ്മ, അവരാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്നത്. എനിക്കിന്ന് ഈ ജോബ് കിട്ടുന്നതിന് കാരണം തന്നെ അവർ തന്നെയാണ്. പിന്നെ എൻ്റെ ചേച്ചി, ചേട്ടൻ, അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ഓരോ എക്സാം തകർന്നു പോകുമ്പോഴും കിട്ടാണ്ടാവുമ്പോഴും ഞാൻ അവരടുത്ത് പോയി പറയുമായിരുന്നു. അപ്പം കുഴപ്പമില്ല, അടുത്ത എക്സാമിനാവാം. ഞാൻ ഇതിനു മുന്നേ തന്നെ ഇന്ത്യൻ ബാങ്ക് LBO അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇന്റർവ്യൂ പോയതാണ്. റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇന്ത്യൻ ബാങ്കിന്റെ
പിന്നെ അത് കിട്ടുവാണെങ്കിൽ അതിനോട്ട് ഇനി വല്ലതും പോകാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല, ഞാൻ അത് തമിഴ്നാടാണ്, എനിക്ക് കേരളയാണ്. അത് ശരി, കേരളത്തിൽ നിന്നാന്നുള്ളതാണ്. കേരളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചേച്ചി ചേട്ടൻ അവരെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ വിഷമിക്കാറുണ്ടോ അപ്പോഴൊക്കെ അവരെനിക്ക് വന്ന് നല്ലൊരു മോട്ടിവേഷൻ തന്നെ തരാറുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ്, ലൈബ്രറി ഫെസിലിറ്റീസ്, അതിനോടൊക്കെ ട്രിവാൻഡ്രം വരാന്ത റേസിനോട് വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ വന്നിരുന്ന് പഠിക്കുമ്പോഴാണ് ആക്ച്വലി ഞാൻ നേരെ പഠിക്കാറ്. വീട്ടിൽ ഇരുന്നാൽ അങ്ങനെ പഠിക്കാനൊന്നും അധികം തോന്നാറില്ല. പക്ഷെ ഞാൻ ഡെയിലി മിക്കവാറും ഇവിടെ തന്നെ വരാനും. അതിൽ ഒരു കാര്യം കൂടെ, ശ്രീലക്ഷ്മി ഡെയിലി എവിടെ നിന്നാണ് വരുന്നത് കൂടെ പറയാം. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഡെയിലി വരുന്നതെന്നാണ് പറഞ്ഞത്? അതെ, ഞാൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. കേരള തമിഴ്നാട് ബോർഡർ തന്നെയാണ്. അവിടുന്ന് ട്രാവൽ ചെയ്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഡെയിലി ഞാൻ വീട്ടിൽ തന്നെ തിരിച്ചു പോവായിരുന്നു. അത്രയും ദൂരം ഏകദേശം എനിക്കൊന്ന് ഒരു 25-30 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഉണ്ട്. ഡെയിലി വൺ വേ ആണ്, ഒരു സൈഡാണ് 25-30 കിലോമീറ്റർ. തിരിച്ച് അതേ റൂട്ടിൽ പോവാണ്. അത്രയും. ഓക്കെ, എനിവേ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരുപാട് ടിപ്പ് കാണുന്നവർക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്ത് പറയേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അച്ചീവേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ വർഷവും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ അച്ചീവറും ഒരു വർഷത്തിൽ കംപ്ലീറ്റ് ജോബ് കിട്ടിയ എല്ലാ അച്ചീവേഴ്സിനെയും വെച്ചിട്ട് നമ്മളെ വരാൻ ട്രിവാൻഡ്രം ഒരു വലിയ സക്സസ് മീറ്റ് നടത്തുന്നുണ്ട്. അത് ഈ മാസവും നടത്തുന്നുണ്ട്. അടുത്ത മാസം മെയ് 10-നാണ് നമ്മളെ വലിയ സക്സസ് മീറ്റ് വരുന്നത്. ആ സക്സസ് മീറ്റിലോട്ട് ഞാൻ ഒഫീഷ്യലി ശ്രീലക്ഷ്മിയും ഫാമിലിയും ഒഫീഷ്യലി വിളിക്കുവാണ്. ഉറപ്പായിട്ടും അച്ഛനും അമ്മയും മുമ്മയായിട്ട് വരിക, ഉറപ്പായിട്ട് വരിക. പിന്നെ എനിക്കൊന്ന് ട്രെയിനിങ് എന്താ നടക്കുവാണ്. ഉറപ്പായിട്ടും ട്രെയിനിങ് ആയതുകൊണ്ട് ശ്രീലക്ഷ്മി വരാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വീട്ടുകാർ പറയണം. ഉറപ്പായിട്ട് ആ ഒരു സ്റ്റേജിൽ കയറി ശ്രീലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ അത് വാങ്ങണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും ഉറപ്പായിട്ട് വാങ്ങണം. ഓക്കെ, ഇനി അടുത്ത് പറയേണ്ട കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോ വർഷവും നമുക്ക് വരുന്ന അച്ചീവേഴ്സിനെ വെച്ചിട്ട് വലിയൊരു സക്സസ് മീറ്റ് എല്ലാ വർഷവും നടത്തും. ഈ വർഷവും മെയ് 10 പാളയം AKG സെന്ററിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ കാണുന്നവർ പലരും ഉറപ്പായിട്ടും വരണം. കാരണം 100 കൂടുതൽ അച്ചീവേഴ്സ് ആണ് അത് പങ്കെടുക്കുന്നത്. ഓരോരുത്തരും ഓരോ ഗവൺമെന്റ് ജോബ് അച്ചീവ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഒരുപാട് അതൊരു ഡ്രീം ആക്കാം, അല്ലെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ തോന്നാം. അപ്പൊ അത് ഒരുപാട് യൂസ് ആവും. അപ്പൊ എല്ലാവരെയും ഞാൻ ഒഫീഷ്യലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഉറപ്പായിട്ട് വിളിക്കുവാണ്. ഉറപ്പായിട്ടും വരിക. മെയ് 10 നമ്മളെ പാളയം AKG സെന്ററിൽ വെച്ചാണ്. ഒരു ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സക്സസ് സ്റ്റോറിയുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പൊ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച ശ്രീലക്ഷ്മിക്ക് ബിഗ് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വലിയൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതാണ്. ഇവരെ സീ യു സൂൺ.